ശ്രീ ബി ഗോപാലകൃഷ്ണൻ, എൻഡിഎയുടെ മൊത്തത്തിലുള്ള വോട്ട് ഷെയർ പൂർണ്ണമായ നിലയിൽ വന്നിട്ടില്ല. BJPക്ക് 11.42 സംസ്ഥാന വ്യാപകമായി നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള വോട്ട് കിട്ടിയിട്ടില്ല. അതൊരു ഫാക്ടറാണ്. 3 സീറ്റുകൾ ജയിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ക്രോസ് വോട്ടിംഗ് 2-3 മണ്ഡലങ്ങളിൽ നടന്നാലും അതിനപ്പുറത്ത് BJPയെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്ന വിജയം എന്ന് പറയുന്നത് 20% വോട്ട് നേടുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഭരണവിരുദ്ധ വികാരത്തിന്റെ മുഴുവൻ ആനുകൂല്യവും കൊണ്ടുപോയി UDF എന്ന് കരുതുന്നുണ്ടോ? BJPയെ സംബന്ധിച്ച് അതിന്റെ ഷെയർ കിട്ടാതെ വന്നോ? ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ 2-3 കാര്യങ്ങളാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ കാണുന്നത്. അതിലൊന്നാമത്തെ കാര്യം നേരത്തെ താങ്കൾ ചർച്ച ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ പതനമാണ്. ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പതനത്തെക്കുറിച്ചൊരു കാര്യം സൂചിപ്പിക്കട്ടെ. കേരളത്തിൽ പലവട്ടം LDFും UDFും മാറി മാറി ഭരിച്ചിട്ടുണ്ട്, മാറി മാറി പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ CPMൻ്റെ പരാജയം, LDFിൻ്റെ പരാജയം ജനങ്ങൾ മാത്രമല്ല LDFിനെ പരാജയപ്പെടുത്തിയത്. LDFിൻ്റെ അനുഭാവികൾ കൂടിയാണ്, LDFിൻ്റെ കേഡേഴ്സ് കൂടിയാണ്, പ്രത്യേകിച്ച് CPMൻ്റെ കേഡേഴ്സ് കൂടി CPMനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ടതാണ്. നാളിതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. സമാനമായ സംഭവമാണ് ബംഗാളിൽ ഉണ്ടായത്. അന്ന് ബംഗാളിലും ഇതുപോലെ തന്നെ CPMൻ്റെ കേഡേഴ്സായിരുന്നു തൃണമൂലിലേക്ക് പോയത്. CPMൻ്റെ കേഡേഴ്സാണ് ബംഗാളിലും ഭരണം ഇല്ലാതാക്കിയത്. ഇനി അവിടെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ 3 സീറ്റാണ്. ഇവിടെയും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. BJPക്ക് 3 സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ വെറുതെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ CPM ഒരു തകർച്ചയിലേക്ക് പോവുകയാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലേക്ക് CPM തകരുകയാണ്. ആ CPMൻ്റെ സ്പേസിലേക്ക് തീർച്ചയായിട്ടും BJP കടന്ന് കയറുകയാണ്. അഥവാ CPMൻ്റെ പരാജയം കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകുന്നത് ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചിന്തിക്കുന്നതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് റിയാസിനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള ശ്രമം നടക്കുന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആവുന്നില്ല എന്ന ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ആ ഒരു ശക്തമായ കേഡേഴ്സിൻ്റെ ശക്തമായ അഭിപ്രായ വ്യത്യാസം ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി തികച്ചും ബംഗാളിലെ പോലെ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റാണ് ബംഗാളിൽ CPMന് കിട്ടിയത്. 3 സീറ്റുണ്ടായിരുന്ന BJPക്ക് 77 സീറ്റും ഇന്ന് 3-2 ഭൂരിപക്ഷവുമാണെങ്കിൽ അതേ സമാന രീതിയിലേക്ക് കേരളത്തിൽ BJP വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറാൻ പോവുകയാണ്. രണ്ടാമത്തെ കാര്യം താങ്കൾ ചോദിച്ചതാണ്. ആ മറുപടി എനിക്കൊരു സാധാരണ നിലയിൽ താങ്കളുടെ രാഷ്ട്രീയ നിരീക്ഷണത്തോട് ഞാൻ യോജിക്കാറില്ല. പക്ഷേ ഈ നിരീക്ഷണത്തെ ഞാൻ തള്ളുന്നില്ല. കാരണം CPM കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികാരത്തിൽ നിന്ന് പുറത്തുപോയ ഇടത്തൊന്നും അവർക്ക് അധികാരത്തിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ റിസൾട്ടിന്റെ നമുക്ക് ഏറ്റവും എല്ലാ ഡേറ്റയും വെച്ചിട്ടുള്ള അവലോകനം വന്നിട്ടില്ല. പക്ഷേ ഈ ഏതാണ്ട് ഇതേ റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്ത ആക്സിസ് മൈ ഇന്ത്യ ഈ റിലീജിയസ് വൈസ് ബ്രേക്കപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ പറയുന്നത് കേരളത്തിൽ വലിയ തോതിൽ ന്യൂനപക്ഷ വോട്ടുകൾ, ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ UDF സമാഹരിച്ചു. LDFിൽ അക്കാര്യത്തിൽ വലിയ നഷ്ടമുണ്ടായി. പക്ഷേ ഇപ്പോഴും ഈഴവ നായർ വോട്ടുകളിൽ കൂടിയ പങ്ക് LDFിനാണ്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ ദലിത് വോട്ടുകളിലും വലിയ പങ്ക് LDFിനാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഹിന്ദു വോട്ടിന്റെ ഒരു കൺസിഡറബിൾ പോർഷൻ അല്ലെങ്കിൽ അതിന്റെ ബിഗ്ഗസ്റ്റ് ഷെയർ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴും CPMും CPIയും അടങ്ങുന്ന ഇടതു മുന്നണിയാണ്. നിങ്ങളിലേക്ക് ആ വോട്ടുകളുടെ ഒരു മൈഗ്രേഷൻ ഉണ്ടാവും വരും കാലത്ത്, LDF ദുർബലമാവുന്നതിന് മുറയ്ക്ക് എന്നാണോ? അതാണോ BJPയുടെ ഒരു പൊളിറ്റിക്കൽ പ്ലാൻ? അല്ല, BJPയുടെ പൊളിറ്റിക്കൽ പ്ലാൻ എന്ന് പറയുന്നത് ഹിന്ദു മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ, വികസനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും BJPയിലേക്ക് വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം അതുകൊണ്ടാണല്ലോ ആസാമിലും അതുപോലെ പുതുശ്ശേരിയിലും ഭരണം നടത്തിയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ തിരിച്ചു വന്നു. അതേസമയത്ത് ഹിന്ദു വിരുദ്ധവും സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുകയും ചെയ്ത മമതാ ബാനർജിയും DMK സ്റ്റാലിനുമെല്ലാം തെറിച്ചുപോയില്ലേ? അവരെ സപ്പോർട്ട് ചെയ്ത പിണറായി വിജയൻ അയ്യപ്പനെ അപമാനിച്ച, ശബരിമലയെ അപമാനിച്ച, കൊള്ള ചെയ്ത പിണറായി വിജയനും. അപ്പോൾ ഒരു ഭാഗത്ത് സനാതനധർമ്മത്തെ അധിക്ഷേപിച്ചവർ, ഒരു ഭാഗത്ത് ക്ഷേത്രം കൊള്ള ചെയ്തവർ. അങ്ങനെ നോക്കിയാൽ ഒരു ഹിന്ദു മൂവ്മെൻറ്റും കൂടി ഇതിലില്ല, ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അന്ന് അതേ സമയത്ത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും OBC വിഭാഗവും SC ST വിഭാഗവും
ഇപ്പോഴും CPM-നെ പിന്തുടരുന്ന ഒരു കാഴ്ച പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലേക്ക് BJP കയറുകയും ക്രിസ്ത്യൻ മേഖലയിലേക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട്, കാരണം ക്രിസ്ത്യൻ സമൂഹത്തിന് കേരളത്തിൽ രക്ഷ വേണമെങ്കിൽ BJP വേണമെന്നുള്ള തിരിച്ചറിവ് അവർക്കിപ്പോൾ ആയിട്ടില്ല. പക്ഷെ അത് അവർക്ക് സാമാന്യേന ആവും. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആ വിഭാഗവും BJP-യിലേക്ക് വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യവും ലക്ഷ്യവും. ഇനി താങ്കൾ ചോദിച്ച ഒരു പോയിന്റ് ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഇപ്പം ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന് ഏതാണ്ട് 72,000 വോട്ടാണ് ഹിന്ദു സമൂഹം ചെയ്തത്. അതിലെ 40% എനിക്കാണ് കിട്ടിയത്. അതുപോലെ നമ്മൾ ജയിച്ചിട്ടുള്ള സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, ചാത്തന്നൂരിലായാലും അതുപോലെ ബാക്കി 2 സ്ഥലത്തായാലും ഹിന്ദു സമൂഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. നാളെ കൂടുതൽ വിശ്വാസം അർപ്പിക്കും. അതനുസരിച്ച് CPM-ന്റെ അടിവേരി തകരും. CPM എന്ന് പറയുന്നത് ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയായി, സനാതനധർമ്മ വിരുദ്ധ പാർട്ടിയായി മാറുകയും ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഒരു മുസ്ലിം ലീഗിൻ്റെ വാലായിട്ട് കോൺഗ്രസ് മാറുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ഭൂമിക കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്.